ബേപ്പൂർ ഹാർബറിൽ അനധികൃതമായി എത്തിച്ച 6000 ലിറ്റർ ഡീസൽ പിടികൂടി. ബോട്ടുകളിൽ അടിക്കാൻ കൊണ്ടുവന്ന ഡീസലാണ് ബേപ്പൂർ പോലീസ് പിടികൂടിയത്. ഡീസൽ കൊണ്ടുവന്ന ടാങ്കർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, എവിടെ നിന്നാണ് എത്തിച്ചത്? ഇതിന്റെ പിന്നിൽ ആരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്? ആരൊക്കെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്? പ്രജീഷ്, ഇന്ന് ഉച്ചയോടെയാണ് കോഴിക്കോട് ഹാർബറിൽ വെച്ച് ഇത്തരത്തിലൊരു വാഹനത്തിൽ ഡീസലുമായി വന്ന വാഹനത്തെ പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ പിടികൂടിയത്. കോഴിക്കോട് ഫറൂഖ് ACP സിദ്ദീഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ എത്തി ഇത് പിടികൂടിയിരിക്കുന്നത്. അതായത് 6000 ലിറ്റർ ഡീസലാണ് ഇതിലുണ്ടായിരുന്നത്. അത് ഈ ഹാർബറിൽ എത്തിച്ച് ഹാർബറിലെ ബോട്ടുകൾക്ക്, ഹാർബറിൽ ഉപയോഗിക്കുന്ന ബോട്ടുകൾക്ക് 10 രൂപ, അതായത് സാധാരണ പെട്രോൾ പമ്പിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ 10 രൂപ കുറവിൽ അവർക്ക് നൽകുന്നു എന്നുള്ളതാണ് വിവരം. അതുമാത്രമല്ല, ഇത് ഒറിജിനൽ ഡീസൽ അല്ല, ഇത് മറ്റു മായം കലർത്തി, ഓയിലുമൊക്കെ കലർത്തി ഉണ്ടാക്കുന്ന ആ രീതിയിൽ വാഹനങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കാവുന്ന രീതിയിൽ ഉള്ള ഡീസലാണ് ഇത്. അനധികൃതമായി തന്നെ ഇവർക്ക് ഒരു തരത്തിലുള്ള രേഖകളോ മറ്റു സർട്ടിഫിക്കറ്റുകളോ ഒന്നുമില്ല. ആ രീതിയിലാണ് ഇത്തരത്തിൽ ഡീസലുകൾ എത്തിച്ച് അത് ഹാർബറുകളിലേക്കും മറ്റും എത്തിക്കുന്നത്. മലപ്പുറം ചേളാരിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇത് എത്തിച്ചത് എന്നും പറയുന്നു. അതോടൊപ്പം ഇപ്പോൾ ACP തന്നെ SD തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഒരിക്കൽ കൂടെ ഇത് ഇപ്പോൾ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞോ? നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാഥമികമായിട്ട് ഇപ്പോൾ ഡ്രൈവറെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് കൊടുത്തയച്ച ആളാണ്, ഇത് സ്റ്റോക്ക് ചെയ്ത ആൾ ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടിയ വിവരം, മലപ്പുറത്ത് ഒരു സ്ഥലത്ത്, ചേളാരിക്ക് സമീപത്തുള്ളൊരു സ്ഥലത്ത് ഇത് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മളിപ്പോൾ പിടിച്ച ആളോട് ചോദിച്ചു. അപ്പോൾ അയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഇൻഫർമേഷൻ മലപ്പുറം ജില്ലയിലേക്ക് പാസ് ചെയ്ത് ഇപ്പോൾ കൊണ്ടോട്ടി DSP സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ കുന്നമംഗലത്തും സമാന രീതിയിൽ ഒരെണ്ണം പിടിച്ചിരുന്നു. ഇത് വ്യാപകമായിട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് എത്തുന്നുണ്ടല്ലേ? പല സ്ഥലങ്ങളിൽ നിന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ ഇതിപ്പോൾ രണ്ടാമത്തെ ഇൻസിഡൻ്റാണ്. വയനാടും നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഇങ്ങനെ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഡീസൽ നിർമ്മിച്ചിരിക്കുന്നത്. വാഹനങ്ങൾക്ക് മെഷീനറീസിന് കേടുപാടാണ്. കാരണം ഇത് ഡീസലോ പെട്രോളോ അതുപോലെ ഈ മോട്ടോർ വെഹിക്കിളിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ അതിൽ ഉപയോഗിക്കാവൂ. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് കിട്ടിയ വിവരം. അപ്പോൾ ഒരു കാരണവശാലും ഇത് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് നിരോധിച്ചത്. മാത്രമല്ല, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അതിൻ്റെ ലൈസൻസ് വേണം. വെഹിക്കിളിന് ട്രാൻസ്പോർട്ടിംഗ് ലൈസൻസ് വേണം, ആ ലൈസൻസ് ഇല്ല. സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ വേറെ ലൈസൻസ് വേണം, ആ ലൈസൻസ് ഇല്ല. അതുകൊണ്ട് പിന്നെ അതുമല്ല, ഇത് 10 രൂപയോളം കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതാണ്ട് സെയിൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പിടിച്ചത്. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ഇനി ബാക്കി നടത്തേണ്ടത്. ACP സിദ്ദീഖാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചത്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അനധികൃതമായി ഡീസൽ കേരളത്തിലേക്ക് എത്തിക്കുന്നതും ഇത്തരത്തിൽ ഹാർബറുകളിലും മറ്റു വാഹനങ്ങൾക്കുമൊക്കെ ഇത് വില കുറച്ച് തന്നെ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം തുടരുന്നുണ്ട്. നേരത്തെ മാതൃഭൂമി ന്യൂസ് ഒരു വാർത്ത ചെയ്തിരുന്നു. കുന്നമംഗലത്തും അതുപോലെ തന്നെ മുക്കത്തും ഈ തരത്തിൽ അനധികൃതമായി കൊണ്ടുവന്ന ഡീസൽ, വാഹനത്തിൽ കൊണ്ടുവന്ന ഡീസൽ പിടികൂടിയിരുന്നു. അതോടൊപ്പം തന്നെ വ്യാജ സംഭരണം, കുന്നമംഗലത്തെ ഒരു ഡീസൽ സംഭരിക്കുന്ന, അനധികൃത ഡീസൽ സംഭരിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നും ഡീസൽ പിടികൂടിയിരുന്നു. ഇതിപ്പോൾ ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ 3ാമത്തെ കേസാണ് ജില്ലയിൽ പിടികൂടുന്നത്. കോഴിക്കോട് ACPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഈ വാഹനത്തിന്റെ ഡ്രൈവർ ഇപ്പോൾ കസ്റ്റഡിയിലുമുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ബാക്കി അന്വേഷണത്തിലേക്ക് എത്താനൊക്കെ വേണ്ടിയിട്ടുള്ള റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. ഈ സമയത്ത്, ഇത് പിടികൂടുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളാണ് എനിക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. ഇത് നിങ്ങൾ കണ്ടുവല്ലേ ഈ സംഭവം ഇവിടെ ഉള്ളത്? നേരത്തെ ഇവിടെ നിരന്തരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയും പൊന്നാനി ഹാർബറിലും അതുപോലെ തന്നെ മുക്കം ഭാഗങ്ങളിലും ക്രഷറുകളിലും കോറികളിലൊക്കെ നിരന്തരമായിട്ട് ഈ സപ്ലൈ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലോട് കൊണ്ടാണ് ഇന്നിവിടെ പിടിക്കപ്പെട്ടത്. അതേപോലെ മുക്കത്ത് നേരത്തെ പിടിക്കപ്പെട്ടത് പോലീസ് തന്നെ അതുപോലെ തന്നെ സമയോചിതമായി ഇടപെട്ടുകൊണ്ട് പിടിക്കപ്പെട്ടത്. കുന്നമംഗലത്തും ACP ഉമേഷ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പിടിച്ചത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഈ അധികൃതരുടെ ഭാഗത്തുനിന്നൊക്കെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണോ വരുന്നത് അധികം? ഇത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഗുജറാത്തിൽ നിന്നാണ് ഇത് വരുന്നത്. ഇത് ഫർണസ് ഓയിലോ അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഓയിലുകൾ വന്നിട്ട് ഇതിനെ കെമിക്കൽ ചേർത്തിട്ട് ഇതിനെ വകഭേദം വരുത്തി ഡീസലിന്റെ ഡെൻസിറ്റിയിലേക്ക് എത്തിച്ചിട്ട് ഇത് വിൽപ്പന നടത്തുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ബേപ്പൂർ ഹാർബറിൽ അനധികൃതമായി എത്തിച്ച 6000 ലിറ്റർ ഡീസലാണ് പിടികൂടിയത്.